ഒരു വർഷം അവസാനിക്കുമ്പോൾ പല രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കുക. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പലരും പറയണ്ടായി. ഇതൊന്ന് നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ന്യൂ ഇയറിന് പ്രത്യേക ചില സാഹചര്യം കൊണ്ട് ഗോവയിലുള്ള സെന്റ് ഫ്രാൻസിസ് സേവ്യറുടെ അവരുടെ ആ ഒരു ദേവാലയത്തിലേക്ക് പോകേണ്ടുന്ന ഒരു നിയോഗമുണ്ടായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി നടക്കുന്ന സ്ഥലമാണ്, കടലിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. അപ്പോഴുള്ള കുട്ടികൾ, എൻ്റെ ഒപ്പമുള്ള കുട്ടികൾ പറഞ്ഞു, നമുക്കൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ല അത്. ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നാലും നമുക്ക് എന്താണ് അവിടെ നടക്കണമെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ കടപ്പുറത്തൂടെ ഒന്ന് പോയി. സത്യം പറഞ്ഞാൽ പച്ചയായ 5 മനുഷ്യർ ഞങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ ഏത് കളറാന്ന് നമുക്കറിയില്ല. കാരണം എന്താ അടിച്ചിരിക്കുന്നത്, എന്താ കുടിച്ചിരിക്കുന്നത്, എന്താ കാട്ടുന്നത്, എന്താ ഓരോരുത്തരുടെ ചാട്ടം, എന്താ ഓരോരുത്തരുടെ ഓട്ടം. നല്ല രസമായിരുന്നു. ഏതായാലും 12 മണി ആകണവരെ ഞങ്ങളവിടെ നിന്നു. പിന്നെ അതിൻ്റെ ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. വളരെ വിഷമത്തോടു കൂടിയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് 2023 തുടങ്ങിയത്. കാരണം നമ്മുടെ യുവാക്കൾ, കേരളത്തിൽ നിന്നാണ് അതിൽ ഭൂരിഭാഗം ആൾക്കാരും, ഗോവയിലാണെന്ന് നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേര്. ഈ ഒരവസ്ഥയിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മതപ്രഭാഷകൻ, അദ്ദേഹം വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെ എങ്ങനെയൊക്കെയോ ആയിക്കോട്ടെ, ഈ ലോകത്തിലുള്ള, ഈ കേരളത്തിലുള്ള ഒരുപാട് മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ പരിപാടിക്കും നേരത്തെ വരും. ഇന്ന് വരെ ഒരു പരിപാടിക്ക് 1 മിനിറ്റ് ഒഴിവായതായിട്ട്, 1 മിനിറ്റ് ലേറ്റ് ആയതായിട്ടുള്ളൊരു ചരിത്രം ഇന്ന് വരെ ഇല്ല. അൽഹംദുലില്ലാ, ഇനി അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് 6:40 7 മണിക്കാണല്ലോ ഇവിടെ പ്രഭാഷണം പറഞ്ഞിരുന്നത്. 6:40 ഇവിടെ വന്നപ്പോൾ ഒരു 10-15 ആൾക്കാർ ഈ കസേരയിലുണ്ടാവും. ഏറി വന്നപ്പോൾ ഞാൻ അങ്ങനെ CCTVയിലൂടെ അവരുടെ ഓഫീസിലിരുന്ന് ഞാൻ അങ്ങനെ നോക്കുന്നു. അപ്പം ഇങ്ങനെ വിചാരിച്ചു, 10-15 ആളൊക്കെ ഉള്ളൂ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അവരോട് ചോദിച്ചു, എത്ര കസാര അവിടെ ഇട്ടിട്ടുണ്ട്? 5000 കസാര അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഗാലറിയിലിരുന്ന് കളി കാണുന്നവർ വേറെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ സദുദ്ദേശം, നല്ല നിയത്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ. അത് മറ്റൊരു സംഘടനയുടെയോ മറ്റൊന്നിൻ്റെയും പേരിലല്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർ. ഇതാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നെപ്പോലുള്ള ആളുകൾ ഇത്തരം വേദികളിലൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വരാതിരിക്കാൻ സാധിക്കുക? സത്യം പറഞ്ഞാൽ കുറച്ച് 5-10 മിനിറ്റ് പ്രഭാഷണത്തിനൊന്നും ഞാൻ പോവില്ല. കാരണം ഞങ്ങളൊക്കെ അങ്ങനെ അധ്യപ്രസംഗങ്ങളുടെ ആൾക്കാരാണ്. അധ്യപ്രസംഗമാണ് ഞങ്ങളുടെയൊക്കെ തൊഴിൽ. അതുകൊണ്ട് 5-10 ഞാൻ ഏതായാലും സമയം നോക്കിയിട്ടുണ്ട്. 8:39 തുടങ്ങിയത്. ഏറിപ്പോയ ഒരു 15 മിനിറ്റൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ. അതിനുള്ളിൽ നിർത്തി നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉസ്താദിൻ്റെത്, അദ്ദേഹത്തിന് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇന്ന് മതങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരല്പം ഫങ്ഷണലായിട്ടുള്ള എല്ലാത്തിനെയും പേടിയോടുകൂടി കാണുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഭൂരിഭാഗം മനുഷ്യ മസ്തിഷ്കം അപ്പുറത്താണ് നിൽക്കുന്നത്. വളരെ അടുത്ത കാലത്ത് വരെ ഇത്തരം മതസൗഹാർദ്ദ സമ്മേളനങ്ങളൊക്കെ കുറവായിരുന്നു. ഞാനൊക്കെ 42 വയസ്സ് വരെയും പൊതുവേദിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാനോ സംസാരിക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല ഗുരുക്കന്മാരുടെ ഭാഗത്തുനിന്ന്. 42 ശേഷം എന്നോട് പറഞ്ഞ 45 കഴിഞ്ഞിട്ട് വായ തുറന്നാൽ മതി എന്നാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് 42 ശേഷം എന്നോട് സംസാരിക്കാനുള്ള അനുവാദം കിട്ടി. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്ന മതപ്രഭാഷണം, ഇങ്ങനെയുള്ള വേദികളിലൊക്കെ സൗഹാർദ്ദ സമ്മേളനങ്ങളൊക്കെ വളരെ സന്തോഷത്തിൻ്റെ ഒരു മാതൃകയാണ്. പക്ഷെ വളരെ ദുഃഖവുമാണ്. കാരണം സൗഹൃദം കുറയുമ്പോഴാണ് നമുക്ക് സൗഹൃദ സദസ്സുകളൊക്കെ വേണ്ടത്. ഹോസ്പിറ്റൽ ഉണ്ടാകണം നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ നല്ലതാ, പക്ഷേ ആരോഗ്യം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ഹോസ്പിറ്റൽ. പക്ഷെ ഇത്തരം വേദികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതങ്ങളെ മൊത്തത്തിൽ ഇല്ലാതെയാക്കുക എന്ന അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം അപ്പുറത്തുണ്ട്. അവരാണ് പലതിൻ്റെയും മൊത്തം സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്.
ഇന്ന് നമ്മുടെയൊക്കെ തന്നെ കുട്ടികളെ 2 വീലറിൻ്റെ പുറത്ത് ഗോവ വരെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് വേങ്ങരയിൽ നിന്നും പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമല്ല, ഇതൊരു അസംഷൻ അല്ല, അതുണ്ട്. വേങ്ങരയിൽ നിന്നും പോകും, ഏത് കൂരാട്ടിൽ നിന്നും പോകും, ഏത് പട്ടിക്കാട്ടിൽ നിന്നും പോയിട്ടുണ്ടാവും. കാരണം അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് അവർക്ക് അവിടെ വേണ്ടുന്ന എന്തോ ഒന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. മതത്തിൽ നിന്ന് മൊത്തത്തിൽ ആളുകളെ അകറ്റുന്ന ഒരു അജണ്ട ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതത്തിലെ ചില നന്മകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതവും മത നേതൃത്വവും ഇവിടെ ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ, അവർ പറയുന്ന പോലെ കുറേ ആൾക്കാരുടെ മസ്തിഷ്കം അല്ലെങ്കിൽ കുറേ ആൾക്കാർ അവർ പറയുന്ന കേൾക്കും. ആ അദബിൻ്റെ പേരിൽ, ആ നന്മയുടെ പേരിൽ മതവും മത നേതൃത്വത്തിലുള്ളവരെ, പുരോഹിതന്മാരെ, അതിൻ്റെ മേൽപ്പട്ടക്കാരെ, മേലുള്ളവരെ, അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ രംഗത്തുള്ളവരെ ഒക്കെ ആളുകൾ ശ്രദ്ധിക്കും, അവർ പറയുന്നത് അനുസരിക്കും. ഇത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു ഏകലോകം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ വന്നേ ഇനി മതിയാകും. കാരണം ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റിയും AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. അവിടെയൊക്കെ നിങ്ങളുടെ ഈ മതമൊക്കെ ഈ വിവിധ വിഭാഗങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നുകൊണ്ട് ശരിയാവില്ല. നിങ്ങളുടെ മസ്തിഷ്കത്തൊക്കെ ഒരേ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണെന്നൊന്നും പറഞ്ഞിരുന്നാൽ ശരിയാവില്ല. നമ്മളൊരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ ജനത, അതിലൊരു വലിയ ബിസിനസ് നടക്കണം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് നടന്നതിൻ്റെ തെളിവുകൾ കണ്ടവരാണ് നമ്മളൊക്കെ. ഒരു രോഗം വന്നു, അതിന് 2 or 3 കമ്പനിക്കാർക്ക് മാത്രമേ അതിൻ്റെ വാക്സിൻ ഉൽപ്പാദനം നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ആ 3 കമ്പനികൾ, 3 or 4 കമ്പനികൾ ലോകത്തുള്ളവരൊക്കെ കുത്തിവെച്ച്, ഇന്നൊഴിച്ച് ഞാനതിൽ പോയിട്ടില്ല, അതിലും ബാക്കിയുള്ളവരൊക്കെ കുത്തിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഓരോരുത്തരിൽ നിന്നും എത്ര രൂപയാണ് ലഭിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിലായി, ഒരു പേടിയൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ളവരെയൊക്കെ അടക്കി നിർത്താം. നമ്മളെ നിസ്കാരം മുടക്കി, കുർബാന മുടക്കി, തിരുപ്പതി അമ്പലം നടപ്പിച്ചു, എല്ലാം പൂട്ടിക്കെട്ടി, ദൈവത്തിൻ്റെ എന്തായി ദജ്ജാൽ ഇറങ്ങുന്നൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത്. ദജ്ജാലിനെയും കാണാനില്ല, ഒന്നിനും കാണാനില്ല, കളിയാക്കലായി, ട്രോളുകളായി. മാർപ്പാപ്പ വരെ ഒറ്റയ്ക്ക് കുർബാന, ഗ്രൂപ്പ് ഡാൻസ് ഒറ്റയ്ക്ക് കളിക്കേണ്ടി അല്ല, അങ്ങനെയാണല്ലോ. ഈ ജമായത്ത് എന്നൊക്കെ പറയണത് ഒറ്റയ്ക്ക് നടത്തുക എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഡാൻസ് സിംഗിളായി കളിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടൊക്കെ എത്തിപ്പിച്ചു. ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ ഫങ്ഷനാലിറ്റി ഒന്ന് തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ മതത്തിൻ്റെ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, മതങ്ങൾ തമ്മിലല്ല നമുക്ക് സംവാദങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടത്. അങ്ങനെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഈശ്വരൻ എന്ന ഒരു ബിന്ദുവിൽ നിന്നുകൊണ്ട് ഈശ്വരനോട് ഉള്ള എന്തെങ്കിലും ഒരു സാധനം നിലനിൽക്കുന്ന ആളുകളൊക്കെ ഒറ്റയായി നിന്നുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് എതിരെ നിൽക്കുന്നവരോടാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് യുക്തിവാദമെന്നോ നിരീശ്വരവാദമെന്നോ ആജ്ഞേയവാദമെന്നോ അറിയാത്ത വാദമെന്നോ നമുക്കറിയില്ല എന്ന് പറയുന്ന വാദം എന്തോ വാദമായിക്കോട്ടെ, ദൈവാസ്തിത്വത്തെ നിഷേധിക്കുക. ഖുറാനുമൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന, ഞാനൊക്കെ എൻ്റെ ചെറിയ അറിവ് കൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു അക്രമം, ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ അക്രമമായി പറയുന്നത് ഇന്ന ശിർക്കൽ ഉൽമുൻ അലീം, അതാണ് ഏറ്റവും വലിയ ദുൽമ്. എന്താ? ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം മറ്റെന്തിനു കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ആരാധനയ്ക്കും നമ്മുടെയൊക്കെ സോഴ്സിനോട് നമ്മൾ കാണിക്കുക. നമ്മളൊക്കെ എല്ലാം ഒറ്റ സോഴ്സിൽ നിന്നാണ്. ദൈവം ഒന്നാണെങ്കിൽ നമ്മളൊക്കെ ഒരു ദൈവത്തിൽ നിന്നാണ്. ആ ദൈവത്തിനോട് കൊടുക്കേണ്ടുന്ന ബഹുമാനം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമ്മുടെ പിതാവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം, എൻ്റെ അച്ഛൻ, ആ അച്ഛനെ മാറ്റി വെക്കാൻ എനിക്ക് ഒരു കാരണവശാലും കഴിയില്ല. അങ്ങക്ക് ആർക്കും നിങ്ങളെ ബാപ്പാരെ മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? അതൊരു റിയാലിറ്റിയാണ്. ആ ഒരു മനുഷ്യനിൽ നിന്നാണ് നിങ്ങൾ ഈ ലോകത്തിലേക്ക് പിറവി എടുത്തിരിക്കുന്നത് എന്നതുപോലെ അതിനേക്കാൾ സുനിശ്ചിതമാണ് ഒരു ദൈവത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദൈവമാണ് ഇതിനൊക്കെ ഈ ബഹുമാനത്തിന് അർഹൻ. അതിൽ പങ്കു ചേർക്കാനോ അതിൽ മറ്റൊന്നിനെ ചിന്തിക്കാനോ അത്രത്തോളം ഉയർത്തി മറ്റൊന്ന് ജീവിതത്തിൽ ഉണ്ടാവാനോ പാടില്ല. അതാണ് എല്ലാ മതങ്ങളുടെയും തൗഫീഖ്, ഹിദായത്ത്, അതിൻ്റെ അടിസ്ഥാനം ഇഖ്ലാസ്. അത് തന്നെയാണ്. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് തന്നെ അതേ വാക്കുകൾ വരുന്ന ശ്ലോകങ്ങളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ഇഖ്ലാസ്,
അതൊക്കെ തന്നെയാണ് അജം നിർവികൽപ്പം നിരാകാരമേഘം നിരാനന്ദമാനന്ദം അദ്വൈത പൂർണ്ണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറയാൻ വയലൊക്കെ വേറെ ഉസ്താദ് ഇവിടെ പറയാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ആ വിഷയത്തിൽ നമുക്ക് ഈ ഒരു ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നെങ്കിലുമുള്ള ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് പോരാടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവ സംവിധാനം ഇവിടെ വേണ്ട എന്ന് നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് നമുക്കൊന്ന് സ്നേഹപൂർവ്വം ഇടപെട്ടുകൊണ്ട് അവരിലേക്ക് നമ്മളും നമ്മളെ മക്കളും അടുത്ത തലമുറയൊന്ന് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടത്തെ പല സംവിധാനങ്ങളുണ്ട്. ഒരു ഏരിയയിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു പള്ളിയിലച്ഛനുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് അന്ന് ഇടവകക്കാർ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള മറ്റു സമുദായങ്ങൾക്കും വേദവാക്യായിരുന്നു. പള്ളിയിലച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലിത് വേണ്ട. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കള്ളുഷാപ്പ് പൂട്ടിച്ചിട്ടുള്ളതും പല വേണ്ടാധീനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടി ഒരുപാട് അച്ഛന്മാർ ലോഹിട്ട് നടന്ന കഥ എനിക്കറിയാം. അതേപോലെ ചില ഉസ്താദുമാർ, പള്ളിയിലെ ഖത്തീബ്, ചില ഇന്നൊക്കെ ഇങ്ങനെ 5-6 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ അടിച്ച് ഓരോ പള്ളിയിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഉസ്താദുമാർ പോകുന്നുണ്ട്. പണ്ടൊക്കെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് കൂടിയാൽ 10-25 കൊല്ലം. ഞാൻ അങ്ങനെ ഒരാളെ ആദരിക്കാൻ വേണ്ടി വടകര പോയി. 50 കൊല്ലമായിട്ട് ആ പള്ളിയിലെ ഖത്തീബ, 50 കൊല്ലമായിട്ട് അയാൾ പറയണത് അവിടുത്തെ വേദവാക്യം. അദ്ദേഹം പറഞ്ഞാൽ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അനുസരിക്കും. അതേപോലെ തന്നെ ചില അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തിരുമേനിമാർ, തന്ത്രിമാർ, അല്ലെങ്കിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സ്വാമിമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയത്തിലും മലപ്പുറം ജില്ലയുമായി അടുത്ത സ്ഥലവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സംവിധാനം നമുക്കുണ്ട്. പാണക്കാട് കുടുംബത്തിൽ അദ്ദേഹം ഒരു കാലത്ത് ഇവിടെ വലിയൊരു പ്രശ്നം നടന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ ഈ കേരള സമൂഹത്തിലൊരു ഇതര മതസ്ഥൻ്റെ ജീവനോ സ്വത്തിലോ അവൻ്റെ പറമ്പിലേക്ക് ഒരു തരി മണ്ണ് പോലും വീഴരുത് എന്ന് തീരുമാനിച്ചിരുന്ന് ഉറക്കമൊഴിച്ച ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ടായിരുന്നു. പേരൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ളവർ പറഞ്ഞത് കൊണ്ടാണ് അത്രയും വലിയൊരു സംഭവം ഒരു സ്ഥലത്ത് നടന്നപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു അലയൊലി പോലും ഒരു മുസ്ലിം സഹോദരൻ പോലും ഇതര മതസ്ഥൻ്റെ വീട്ടിലേക്ക് ഒരു തരി മണ്ണ് വലിച്ചെറിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ കാണുന്ന ഫങ്ഷനാലിറ്റി. അപ്പം ആ അച്ഛൻ പറഞ്ഞാലും തിരുമേനി പറഞ്ഞാലും ഉസ്താദ് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും അതോടുകൂടി കേൾക്കുന്ന ഒരു ജനം ഫിത്തന കുറയ്ക്കാൻ അവർ വിചാരിച്ചാൽ, ഈ കേരളത്തിൽ 2, 3, 4, 5, 6 ആൾക്കാർ വിചാരിച്ചാൽ കേരളത്തിൻ്റെ ഫിത്തന കുറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് സത്യത്തിൽ ഇവിടെ പലർക്കും പേടിയാണ്. ഇന്ന് അതേ രാഷ്ട്രീയ നേതാക്കളുടെ പിൻഗാമികളോട് നമ്മൾ കാണിക്കുന്ന അനാദരവൊക്കെ ഒന്ന് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. പച്ചയ്ക്ക് അങ്ങോട്ട് തെറി വിളിക്കുക. എന്തിനാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്തി പോയാൽ പോരെ, എന്തിനാ അങ്ങോട്ട് ഇതാക്കി? എന്ത് മാതൃകയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? ഈ ഫേസ്ബുക്കൊക്കെ തന്ന് നമ്മളൊക്കെ ജേർണലിസ്റ്റുകളാക്കിയിരിക്കുക. ഇന്ന് ഓരോരുത്തരും ഭയങ്കര മൾട്ടി ലെവൽ ജേർണലിസ്റ്റുകളാണ്. അവർക്ക് ഇങ്ങനെ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, കമൻ്റ് ഇടുക, തോന്നിയാസം പറയുക. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ആ കുടുംബത്തിനെ ഇന്ന് കടന്നാക്രമിക്കുകയാണ്, ആ രാഷ്ട്രീയത്തിനെ കടന്നാക്രമിക്കുകയാണ്. ഇന്നിപ്പോൾ അച്ഛനൊക്കെ പ്രതിദാനം ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ വലിയ വിഷയമാണ്. അതിൻ്റെ കർദിനാൾ തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഏറ്റവും വേണ്ടപ്പെടുന്ന ആത്മീയമായി ഏറ്റവും ഔന്നിത്യമുള്ള ഒരാൾ ഇന്ന് അതിൻ്റെ പദവിയിൽ നിന്ന് മാറി വിശ്രമിക്കുകയാണ്. പകരം പുതിയ ആളെപ്പോഴും തിരഞ്ഞെടുത്തിട്ടില്ല. വെറുതെ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണോ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണോ എന്നുള്ളൊരു തർക്കം മാത്രമാണ് അപ്പോൾ അതിലുള്ളത്. എന്തൊരു കഷ്ടമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം കാലടി പള്ളിയിലുണ്ടായ ലൈവ് നമ്മൾ കണ്ടതാ. ഇങ്ങനെയൊക്കെ നമ്മളെ തമ്മിൽ അടിപ്പിച്ച് ഇതൊന്നും നമ്മൾ സത്യത്തിൽ മനസ്സിലാവണില്ല. അതേപോലെ തന്നെ ഇസ്ലാം വിഭാഗത്തിലുള്ളവരെ വിഭാഗീയത കൊണ്ടാണ് ഒരർത്ഥത്തിൽ ഒന്നിച്ചൊഴുകേണ്ടുന്ന ശക്തിയെ പല പൈപ്പിലൂടെ ഇങ്ങനെ വിട്ടിരിക്കുക. അപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരാളെങ്കിലും വിചാരിച്ച കുറേ ആളെ ഇങ്ങനെ കൂട്ടി വെക്കണ കാണുമ്പോൾ ഞാനൊക്കെ സന്തോഷിക്കണ്ടേ. കാരണം എൻ്റെ അജണ്ട എന്താ? എൻ്റെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ ഫിത്തന ഉണ്ടാവരുത്, ഇവിടെ അസമാധാനക്കേട് ഉണ്ടാവരുത്. അതിന് എന്തെല്ലാം കൂട്ടി ഒട്ടിക്കാൻ പറ്റുമോ, എത്രത്തോളം സഹിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ വളരെ സുഖസുന്ദരമായിട്ടായിരിക്കും ഞാനൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതെന്നുള്ളത്? ഒരുപാട് വിമർശനങ്ങളും പ്രയാസങ്ങളും, ഒരുപാട് പേരോട് ഉത്തരം പറഞ്ഞിട്ടും ഒരുപാട് പേരോട് ദവാത്ത് നടത്തി ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ വരുന്നത്.
വളരെ സന്തോഷമായി കളിച്ച് ചിരിച്ച് നിങ്ങളോടൊക്കെ. എന്തിനാണ് നമ്മളായിട്ട് ഈ ഫിത്തനയ്ക്ക്? മതത്തിന്റെ ഭാഗത്തു നിന്നൊരു ഫിത്തന ഉണ്ടാകരുത്. മതമക്രമത്തിലേക്ക് പോകാൻ പാടില്ല. അച്ഛനും ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ മതങ്ങളും മത നേതാക്കളും ദൈവവും ദൈവഗ്രന്ഥങ്ങളും ഒക്കെ സമാധാനം പറയുമ്പോൾ എങ്ങനെയാണിത് ഉണ്ടാവണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിത്തന അവിടെ നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുമ്പോൾ നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ല വേണ്ടത്. ഇത് ഞങ്ങളുടെ ശൈലിയല്ല എന്ന് പറയുന്നൊരു സമൂഹം ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് അവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആർജിത ഹിന്ദു സമാജം എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഈ ആർജിത ഹിന്ദു സമാജം ഞങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു ആശയം ഇതാണ്. അതായത് എന്താണോ ഇതിൻ്റെ നല്ല വശം, എൻ്റെ മതത്തിലെ നല്ല വശത്തിൻ്റെ നന്മയിലേക്ക് 100% വളരുക. ചരിത്രപരമായി അതിനൊരുപാട് ന്യൂനതകളും ചിലപ്പോൾ കണ്ടേക്കാം. ചരിത്രപരമായി ഒരു മതം വളരുമ്പോൾ പല സമയങ്ങളിലും അതിനൊരുപാട് ഹിസ്റ്റോറിക്കൽ മാൽ അഡാപ്റ്റേഷൻസ് സംഭവിച്ചിട്ടുണ്ടാകും. അതെല്ലാ മതത്തിലും ഉണ്ട്. അതിനെ ഒഴിച്ചു നിർത്തി അതിൻ്റെ നന്മയിലേക്ക് എന്തുകൊണ്ട് വളർന്നുകൂടാ? അതേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. അതുകൊണ്ട് തന്നെ മത നേതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം പള്ളിയിൽ ആൾക്കാർ സ്വന്തം കർദിനാൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോട്ടെ മാർപ്പാപ്പ അവിടുന്ന് അയച്ചു നിങ്ങളെല്ലാവരും ഒരുപോലെ കുർബാന അർപ്പിക്കണമെന്ന്, പറ്റൂല എന്നാ പറയണത്. പിന്നെ ഇനിയിപ്പോൾ അതിൽ മേലെ വേറെ ഏത് കോർട്ടാ ഉള്ളത്? ഇനി അതിലും മേലെ കത്തോലിക്ക സമുദായത്തിലുള്ളവർക്ക് ഇനി ആര് വരും? ഇങ്ങനെ ഓരോ വിഭാഗത്തിനെയും, അത് രാഷ്ട്രീയമാണെങ്കിലും അത് മതമാണെങ്കിലും ഇങ്ങനെ നമ്മളെയൊക്കെ അനുസരണമില്ലാത്തവരാക്കി മാറ്റി, തോന്നിയ പോലെയാക്കി മാറ്റി, ഓരോരുത്തർക്കും ഓരോ മതം എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പുതിയ പുതിയ ജേർണലിസ്റ്റിലാക്കി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ തകരുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തുടങ്ങിയതാ ദൈവത്തിൻ്റെ തലവേദന അല്ലേ? അന്നാണ് ആ സൃഷ്ടി നടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉസ്താദ് ചെറുത്താനായിപ്പോയി. അതിൻ്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞു തരും. ഏറ്റവും നല്ല ഉസ്താദായിരുന്നു. അതുകൊണ്ടാണല്ലോ മലക്കുകൾക്ക് ഉസ്താദായി ഉയർത്തിനെ വെച്ചത്. ആ മലക്കളുടെ ഉസ്താദിനെ തന്നെ അവസാനം ചെറുത്താനാക്കി പുറത്താക്കേണ്ടി ഗതികേട് ദൈവത്തിന് വന്നു. മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങിയ ദ പ്രൊജക്ട് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞോടുകൂടി അതൊരു ഫെയിൽഡ് പ്രൊജക്റ്റ് ആണെന്നാണ് ചിലർ പറയണത്. കാരണം അന്ന് മുതൽ മൂപ്പർക്ക് തന്നെ കോൺഫ്ലിക്റ്റാണ്. എന്തിനാ അത് ഉണ്ടാക്കിയത്? അങ്ങനെ വന്നപ്പോൾ ദൈവം അന്ന് ഉദ്ദേശിച്ചൊരു നിയത്ത് ഇത്ര മാത്രമേ ഉള്ളൂ: എന്നെ റെപ്രസെന്റ് ചെയ്യാൻ ഈ ഭൂമിയിൽ ആനനെയും പൂച്ചേനെയും മയിലിനെയും ഒട്ടകത്തിനെയും പോത്തിനെയും പട്ടീനെയും ഒന്നും വിട്ടാൽ പറ്റൂല. എന്നെ റെപ്രസെന്റ് ചെയ്യാൻ ദൈവമായ എന്നെ ഈ ഭൂമിയിൽ എൻ്റെ കാരുണ്യം, എൻ്റെ റഹ്മത്ത്, എൻ്റെ നന്മ, എൻ്റെ മനസ്സ്, ഇതൊക്കെ ഈ ഭൂമിയിൽ എനിക്കൊന്ന് പ്രകടമാക്കണമെങ്കിൽ ഞാനൊരു പുതിയ ജീവിവർഗത്തെ സൃഷ്ടിക്കണം. അത് ആദമാണ്. ആദം സന്തതികളിലൂടെയാണ് ഞാൻ എന്നെ തന്നെ വിപുലമാക്കേണ്ടത്, പ്രകടമാക്കേണ്ടത്. അതിനുവേണ്ടി വിട്ടിരിക്കുന്ന നമ്മൾ തെറ്റിപ്പോയ ആ ഉസ്താദിൻ്റെ മക്കളെക്കാൾ കഷ്ടമാകുന്നതാണ് ഇന്ന് കാണുന്നത്. ഇതില്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ കാണുമ്പോൾ വളരെ സന്തോഷം. കാരണം വാട്സപ്പ് കൊണ്ട് ഇങ്ങനെയും ഗുണം ഉണ്ടാവണം. ഇതാണ് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി. ഈ ഫങ്ഷനാലിറ്റിയിലേക്ക് നമ്മുടെയൊക്കെ മതം ഒന്ന് തിരിച്ചു വരണം. ഇനി എത്ര നൂറ്റാണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഓരോ വിഭാഗങ്ങളിലെയും ഫങ്ഷനാലിറ്റി തിരിച്ചു വരിക? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഡിസ്ഫങ്ഷനിലാക്കുക, സക്രിയത എന്നാണ് ഈ ഫങ്ഷനാലിറ്റിക്കൊക്കെ മലയാളം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ നിഷ്ക്രിയമാക്കുക, ഡിസ്ഫങ്ഷനിലാക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ വേദനയിൽ നിന്നൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള വേദിയിൽ 5 എങ്കിൽ 5, 10 എങ്കിൽ 10, 15 എങ്കിൽ 15 എന്ന് പറഞ്ഞു വരുന്നത്. 8:59 9 മണി വരെ അൽഹംദുലില്ലാ ഇങ്ങനൊരു അവസരം തന്നതിൽ ഉസ്താദിനോടുള്ള കടമയും അതിൻ്റെ സംഘാടകരോടുള്ള കടമയൊക്കെ നന്നായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മിൽ നിന്നൊരു നല്ല പ്രവൃത്തിയായി ദൈവം സ്വീകരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ല പ്രവൃത്തിയായി ദൈവം സ്വീകരിക്കണം. ഉദ്ഘാടകനും എത്തി. അതുകൊണ്ട് ആകെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഇബ്രാഹിം നബിയും കൂട്ടരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും കൂട്ടരും എല്ലാം കൂടി തകർന്നു കിടക്കുന്ന ദേവാലയം, കഅബ ദേവാലയം പുതുക്കി പണിതുകൊണ്ട് പ്രാർത്ഥിച്ചു അത്രേ. ദൈവമേ, ഈ തകർന്നു കിടക്കുന്ന നിന്റെ ദേവാലയം ഞങ്ങൾ കഴിയുന്ന രീതിയിൽ പുതുക്കി പണിതു. ആ പുതുക്കി പണിതത് ഞങ്ങളിൽ നിന്നൊരു നല്ല അമലായി, സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇത് തന്നെയാണ് ഈ തകർന്നു കിടക്കുന്ന മതഗേഹങ്ങൾ, തകർന്നു കിടക്കുന്ന മത സംവിധാനങ്ങളുടെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ വാക്കുകൾ കൊണ്ടും
കബീർ ഉസ്താദിൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ദൈവമേ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അത് ഞങ്ങളിൽ നിന്നൊരു നല്ല സ്വീകരിക്കുന്ന അമലായി ദൈവമേ നീ സ്വീകരിക്കണേ, അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.